നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ നിരവധി ഹിറ്റ് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ളത് പാലക്കാട് വരിക്കാശ്ശേരി മനയാണല്ലേ. എത്ര സിനിമകളാണ് നമ്മുടെ ദേവാസുരം, ആറാംതമ്പുരാൻ, രാവണപ്രഭു, എത്ര ചന്ദ്രോത്സവം, മാടമ്പി, പറഞ്ഞാൽ തീരത്തില്ല. കാരണം എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ തറവാട് എന്നാണ് ഈ വരിക്കാശ്ശേരി മന അറിയപ്പെടുന്നത് തന്നെ. അവിടെ വരിക്കാശ്ശേരി മനയിൽ നിന്ന് അജിത് ബാബു നമുക്കിപ്പം ചേരുന്നുണ്ട്. അജിത്ത്, ഗുഡ് മോർണിംഗ്. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. മോഹൻലാലിനെ സംബന്ധിച്ച് മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ ജന്മദിനമാണ്. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോഴുള്ള അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തുടങ്ങാമെന്നാണ് കരുതുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരു വ്ളോഗർ ഉണ്ടായിരുന്നു. അദ്ദേഹം മലയാള സിനിമയെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. 150-ലധികം സിനിമകളെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. പക്ഷേ മംഗലശ്ശേരി തറവാട് എന്ന് പറയാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. അതുതന്നെയാണ് ഇത്രയധികം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനിൽ വരുമ്പോൾ പോലും മോഹൻലാലിൻ്റെ ഒരു സിനിമയെ അടയാളപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങുന്ന അത്രയും ഹിറ്റുകൾ മോഹൻലാൽ ഇവിടുന്ന് സമ്മാനിച്ച വരിക്കാശ്ശേരി മനയിലാണ് നമ്മളുള്ളത്. രാവിലെ തന്നെ ഇവിടെ നിറയെ ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്, സഞ്ചാരികൾ എത്തിയിട്ടുണ്ട്, കാണാൻ ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഉരുപ്പിടി സിനിമകൾ സേതുലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആറാം തമ്പുരാനും അതുപോലെ തന്നെ ചന്ദ്രോത്സവം ഉൾപ്പെടെയുള്ള സിനിമകൾ ഇവിടെ വലിയ ഹിറ്റുകളായി. നമുക്ക് ഈ പൂമുഖം കാണാം. ഈ പൂമുഖത്ത് ആണ് മംഗലശ്ശേരി നീലകണ്ഠൻ കയ്യിലൊരു ചെറിയ വെളുത്ത ടവലുമായി അത് പിടിച്ചുകൊണ്ട് കസേരയിൽ കാലും കയറ്റി വെച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരുപാട് ദൃശ്യങ്ങൾ, പ്രത്യേകിച്ച് മലയാള സിനിമയെ എക്കാലത്തും ഓർത്തു വെക്കാൻ കഴിയുന്ന മനോഹരമായ ഫ്രെയിമുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ചന്ദ്രോത്സവം സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ട്, ശ്രീഹരി എന്ന് പറയുന്ന കഥാപാത്രം മനോഹരമായി തന്നെ സംസാരിക്കുന്ന ഒരു വഴിയുണ്ട്. സ്നേഹത്തിൻ്റെ ഈ ഇലക്കോട് വിട്ട് ഈ ചന്ദ്രോത്സവ നാളുകൾ കഴിഞ്ഞാൽ ശ്രീഹരി യാത്രയാകുമെന്ന്. പക്ഷേ ചന്ദ്രോത്സവ നാളുകൾ കഴിഞ്ഞു, പക്ഷേ മോഹൻലാലിൻ്റെ ഓർമ്മകളും ഈ മനയിൽ നിന്നും ഇവിടെ നിന്നും യാത്രയായിട്ടില്ല. അതെപ്പോഴും മനോഹരമായി തന്നെ തുടരുകയാണ്. ഓരോ മഴക്കാലത്തും ഓരോ വേനൽക്കാലത്തും ഇങ്ങോട്ടേക്ക് എത്തുന്ന ആളുകളൊക്കെ തന്നെയും ഓരോ കാലത്തിനനുസരിച്ച് മോഹൻലാലിനെ ഇവിടെ ഓർക്കുന്നുണ്ട്. ഇവിടെ പെയ്യുന്ന മഴയിൽ മോഹൻലാലിനെ ഓർക്കുന്നുണ്ട്. അകത്തളത്തിൽ ചന്ദ്രോത്സവത്തിൻ്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷന് വേണ്ടി ഒരു കുളം നിറച്ചുകൊണ്ട് അവിടെ താമരയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്ത ഒരു മനോഹരമായ ഓർമ്മകൾ പോലും ഇവിടെ ആളുകൾക്കുണ്ട്. അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യുമ്പോൾ പോലും ചന്ദ്രോത്സവത്തെ ഓർക്കുന്ന ആളുകളുണ്ട്, ഈ പൂമുഖത്തെ ഓർക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ മോഹൻലാലിനെ അടയാളപ്പെടുത്തുന്ന ഓരോ ഫ്രെയിമുകളും ഇവിടെയുണ്ട്. 150-ൽ പരം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് സേതുലക്ഷ്മി. പക്ഷേ എന്നിട്ടും അവിടെ മോഹൻലാലിനെ ഓർത്ത് വെക്കാൻ മലയാളികൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അത്രത്തോളം ഹിറ്റുകൾ മോഹൻലാലിന് സമ്മാനിച്ച സ്ഥലമാണ് ദേവാസുരത്തിലെ കഥാപാത്രം മംഗലശ്ശേരി നീലകണ്ഠൻ. ആ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ എല്ലാവിധ അഴിഞ്ഞാടലുകളും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അരാജകത്വവും എല്ലാം പ്രകടിപ്പിച്ചത് ഇവിടെ നിന്നാണ്. ആ പ്രകടമായ ആ കഥാപാത്രത്തിൻ്റെ ആഴം തന്നെ മലയാളികൾ എത്രത്തോളം കാലം കടന്നാലും അതിലെ ഓരോ രംഗവും അത്രയും ആഴത്തിലായിരിക്കും ഓർത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റ് കഥാപാത്രങ്ങളും. ആറാം തമ്പുരാനിലെ ജഗന്നാഥൻ, അദ്ദേഹത്തിന് ഈ ഭൂമുഖത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് 250 കോടിയുടെ ആസ്തിയുള്ള സുഹൃത്ത് വാങ്ങിക്കൊടുക്കുന്ന സമ്മാനം, ആ സമ്മാനവും എല്ലാം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് വരിക്കാശ്ശേരി മനയും മോഹൻലാലും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ സിനിമാ ലൊക്കേഷനുകളുടെ പ്രിയപ്പെട്ട ഭാഗ്യ ലൊക്കേഷനായ വരിക്കാശ്ശേരി മന മാറുമ്പോൾ പോലും അവിടെ മോഹൻലാൽ എന്ന് പറയുന്ന പ്രതിഭ അടയാളപ്പെടുത്തുന്നുണ്ട്. മോഹൻലാലിൻ്റെ ഹിറ്റുകളുടെ ലൊക്കേഷൻ, ആ ലൊക്കേഷനിൽ നിന്നുകൊണ്ട് മോഹൻലാലിന് ഹാപ്പി ബർത്ത്ഡേ പറയാൻ കഴിയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. സേതുലക്ഷ്മി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എത്ര മഴക്കാലം കഴിഞ്ഞാലും എത്ര വേനൽക്കാലം കഴിഞ്ഞാലും മോഹൻലാൽ ഇവിടെ തുടരും. അത് ഇവിടെ ഓരോ മാമ്പഴക്കാലത്തും പെയ്യുന്ന മാമ്പഴങ്ങൾ പോലെ മധുരമുള്ള ഓർമ്മകളായി മോഹൻലാലിനൊപ്പം ഈ ലൊക്കേഷനും നിലനിൽക്കുമെന്നുള്ള കാര്യം തീർച്ചയായും അജിത്ത്. കാരണം ഈ പറഞ്ഞ പോലെ എത്ര ലാലേട്ടൻ സിനിമകൾക്ക് പശ്ചാത്തലമായ വരിക്കാശ്ശേരി മനയാണ്. ദേവാസുരം, ചന്ദ്രോത്സവം, നമ്മുടെ ആറാം തമ്പുരാൻ, മാടമ്പി, എനിക്കറിയില്ല എത്ര സിനിമകളാണ്. ഈ കാണുമ്പോൾ ഒക്കെ ലാലേട്ടൻ ആ പൂമുഖത്തിരിക്കുന്ന ആ മുഖം മാത്രമേ, ആ ഒരു ദൃശ്യം മാത്രമേ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ലാലേട്ടന് ഈ ഒരു പിറന്നാൾ ദിനത്തിൽ പിറന്നാൾ ആശംസകൾ പറയാൻ കഴിയുന്ന തന്നെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഓക്കെ, ശരി അജിത്ത്.